ഹായ് ഗെയ്സ്, ഇന്ന് ഞാൻ കോതമംഗലത്ത് വന്നപ്പം എൻ്റെ ബ്രദർ പറഞ്ഞു ഇവിടെ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് പോയി കാണാം. റോഡൊക്കെ നല്ല ഭംഗിയായിട്ടോ, കാടിൻ്റെ ഉള്ളിലൂടെ യാത്രയാണ്. കാടിൻ്റെ ഉള്ളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏർമാടങ്ങളില്ലേ, വീട് മരത്തിൻ്റെ മുകളിൽ വെച്ച വീടുകളൊക്കെ കാണാം. സ്വിറ്റ്സർലൻഡ് കേരളത്തിൽ നിന്ന് കാണാന്ന് പറഞ്ഞാൽ അത് വേറെ വൈബായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ പിന്നെ അത് അങ്ങനെ ആയിട്ടെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ നമുക്കൊന്ന് കണ്ടു നോക്കുകയല്ലേ എങ്ങനെ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കേരളത്തിന്റെ തന്നെ സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. അത് കോതമംഗലത്തിന് അടുത്തുള്ളൊരു സ്ഥലമാണ്. തട്ടേക്കാട് പക്ഷി സങ്കേത കേന്ദ്രം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അവിടുന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പം ഉള്ളൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ശരിക്കും നമ്മളൊരു സ്വിറ്റ്സർലൻഡിൽ ചെന്നൊരു ഫീലിംഗ് ആണ് നമുക്ക് ഇവിടെ ഉണ്ടാവുക. ഇവിടെ ജൂൺ മാസത്തിലൊക്കെ വരികയാണെങ്കിൽ ഉണ്ടല്ലോ, എന്ത് മനോഹരമാണെന്നറിയോ. ഇപ്പൊ ഞാൻ ഈ നടന്നു പോകുന്ന സ്ഥലം ഉണ്ടല്ലോ, അതിലെല്ലാം നമുക്ക് നടന്ന് കുറച്ച് ഈ വെള്ളമൊക്കെ ആ ഒരു മൂലയിലൊക്കെ അങ്ങ് അറ്റത്തൊക്കെ പോകാൻ പറ്റും. അത്രമാത്രം മനോഹരമായ സ്ഥലമാണിത്. ഇവിടെ ബോട്ടൊക്കെ ഉണ്ട്. ബോട്ടൊന്നും ഇപ്പൊ ആക്റ്റീവ് ഒന്നുമല്ല. ഇതൊരു ജൂൺ മാസമൊക്കെ ആകുമ്പോ തന്നെ ഇവര് ഇതിന്റെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് ഇത് ആക്ടിവേഷൻ ആക്കി കൊണ്ടുവരും. പക്ഷെ വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലം മാത്രമല്ല കേട്ടോ, നമുക്ക് ഇതിന്റെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വേറെ കുറെ നല്ല സ്ഥലങ്ങളുണ്ട്, അതൊക്കെ കാണാൻ പറ്റും. തീർച്ചയായിട്ടും കേരളത്തിലുള്ള എല്ലാവരും വന്ന് കാണേണ്ട ഒരു പ്രത്യേക സ്പോട്ട് തന്നെയാണ് കേട്ടോ. വളരെ പ്രശാന്ത സുന്ദരമായ സ്ഥലമാണ്. എന്ത് മനോഹരമാണെന്നറിയോ ഈ സ്ഥലം കാണാൻ. നിങ്ങൾ അതിന്റെ ദൂരേക്കൊക്കെ നോക്കി, ഇതിന്റെ ഈ സൈഡിൽ കൂടെ ഒക്കെ നമ്മൾ നടന്നങ്ങ് ദൂരെ വരെ പോകാനുള്ള ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു മനസ്സിന് വളരെയധികം കുളിർമ നൽകുന്നതല്ലേ. നിങ്ങൾ ജൂൺ മാസത്തില് ഒരു മെയ് അവസാനത്തോടുകൂടെ വരാൻ നോക്കുക. അങ്ങനെ ആകുമ്പോഴേ നിങ്ങൾക്ക് ഇവിടേക്കൊക്കെ വരാൻ പറ്റുള്ളൂ, ഇതൊക്കെ കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. ഇതിന്റെ മറു സൈഡിലേക്ക് നോക്കിയാൽ ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാം. 2018 വെള്ളമൊക്കെ ഈ വീട്ടിലൊക്കെ കയറിയിട്ടുണ്ടെന്നാണ് ഇവിടെ അടുത്ത് കടയിലുള്ള ചേച്ചിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ ജനിച്ചു വളരുന്ന പിള്ളേരൊക്കെ സ്കൂളിൽ പോവാന്നൊക്കെ പറയുന്നത് എന്ത് ബുദ്ധിമുട്ടായ ഒരു കാര്യമാണെന്നറിയോ. എന്നാലും ഇവിടെ ഉള്ളവരൊക്കെ നല്ല സ്കൂളുകളിലൊക്കെ പഠിക്കുന്നവരാട്ടോ. നമ്മൾ അവരെയൊക്കെ കണ്ട് സംസാരിച്ചായിരുന്നു. ഭയങ്കര സെറ്റപ്പാണ് ഗൈസ്. എന്തായാലും നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഈ ഏരിയകളിലൂടെ ഒന്ന് പാസ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഉത്തമമായ ഒരു കാര്യമായിരിക്കും. ഓക്കെ ഗൈസ്, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.